ഒരു കൊല്ലം അന്തസ്സായിട്ട് തിന്നുണ്ടാക്കി ഈ തടിയും മണ്ണും വെറും 3 മാസം കൊണ്ട് ഇളക്കി കളയാന്നുള്ള ചിന്തയായിട്ട് ഇറങ്ങിയതാണ് രാവിലെ തന്നെ ഒരു പോസ്റ്റും കിട്ടി. ഒരു ബില്ല് കൊണ്ടേ കൊടുക്കണമെന്നും പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. പിന്നെ അതും കൊണ്ടേ കൊടുത്തേച്ച് പോകാമല്ലോ എന്ന് വെച്ച് ഇറങ്ങിയതാണ്. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ആടിപ്പാടി നമ്മളങ്ങനെ ഗോഡൗണിലെത്തി. അതേ ഇരിക്കുന്നു നമ്മുടെ കൂട്ടുകാരൻ അജിത്ത്. അവനക്ക് ബില്ലും കൊടുത്തേച്ച് ഞാൻ നേരെ ബത്തയിലേക്കാണ് വിട്ടത്. അവിടെയാണ് നമ്മുടെ ജിമ്മ് വരുന്നത് കേട്ടോ. നമ്മുടെ ജിമ്മിൻ്റെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീം എന്നാണ്. മലയാളികളാണ് നടത്തുന്നത്. ഞാൻ നേരെ ലിഫ്റ്റിൽ കയറി ജിമ്മിലോട്ട് ചെന്നു. ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറി. ഇപ്പോഴത്തെ കോലം ഇതാണ് കേട്ടോ. ഏകദേശം 94 കിലോയുടെ മുകളിൽ വെയിറ്റ് കയറിയിട്ടുണ്ട്. നാട്ടിൽ നിന്ന് വരുമ്പോൾ വെറും 81 കിലോ ഉണ്ടായിരുന്നുള്ളൂ. നല്ല രീതിയിൽ ബെല്ലി ഫാറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. എൻ്റെ ഇടയ്ക്കൊന്ന് പോസ് ചെയ്ത് നോക്കി. ഒന്നുമില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ. പിന്നെ നമ്മൾ ഡമ്പലിൽ നിന്ന് തന്നെ തുടങ്ങി കേട്ടോ സ്റ്റാർട്ടിങ്. പിന്നെ മെഷീനിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറിലേക്കാണ് പോയത്. 10 കിലോയുടെ വെയിറ്റാണ് എടുത്ത് വർക്കൗട്ട് ചെയ്തത് കേട്ടോ. വീണ്ടും മെഷീനിലോട്ട് തന്നെയാണ് പോയത്. കേബിളിലാണ് വർക്കൗട്ട് ചെയ്തത്. പിന്നെ അവിടെ നിന്നെല്ലാം പരിപാടിയും കഴിഞ്ഞ് നേരെ ലിഫ്റ്റിൽ കയറിയപ്പോഴത്തേക്കും ഒരു പോസ് ചുമ്മാ ചെയ്ത് നോക്കണമെന്ന് വെച്ചു. ബൈസെപ്സൊക്കെ എന്തായെന്ന് അറിയണമല്ലോ. കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത് ഒന്ന് അഭിപ്രായപ്പെടുക. നേരെ വണ്ടി എടുത്തു, നേരെ റൂമിലേക്ക്. അവിടെ ചെന്നു അടുപ്പിൽ ഒരു 5 മുട്ട പുഴുങ്ങാനിട്ടു. കുറച്ച് റൈസ് ഉണ്ടായിരുന്നു. അതും കൂട്ടി ഒരു പിടിയും പിടിച്ച് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് 7 മണി. പിന്നെ നേരെ ഒന്നും നോക്കിയില്ല, ബത്തയിലേക്കാണ് വിട്ടത്. ചെറിയ കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ പരിപാടിയും തീർത്ത് ഒരു ഷവർമയും കഴിച്ചിട്ടാണ് പോകുന്നത്. മയോണൈസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ. മസ്സലാം.